കെ അനിൽകുമാർ, CPM സംസ്ഥാന സമിതി അംഗം. ശ്രീ അനിൽകുമാർ, എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാലും, ഏതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് കുറ്റക്കാരെന്ന് പറഞ്ഞാലും ഇതിൻ്റെ രാഷ്ട്രീയപരമായ നേതൃതലത്തിലുള്ള ഉത്തരവാദിത്തം ഒഴിവാക്കാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ട് ഇത്ര വലിയ വ്യാപകമായ ഒരു ക്രമക്കേട് തട്ടിപ്പ് ഈ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ശ്രമം നടത്തിയ നീക്കം നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയെ തിരിച്ചറിയാതെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരില്ലേ? എന്തൊക്കെ അന്വേഷണം നടക്കട്ടെ എന്ന് വാദം ഉന്നയിച്ചാലും അതൊരു യാഥാർത്ഥ്യമല്ലേ? ശബരിമലയിൽ 18-ാം പടിയിൽ കയറി തലതിരിഞ്ഞു നിന്നൊരു വ്യക്തിയെ കുറിച്ചാണ് ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്തത് കേട്ടോ. ആ വ്യക്തിയാണ് ഇപ്പൊ സംസാരിച്ചിട്ട് പോയത്. ആചാരത്തെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും ശബരിമലയുടെ പുരോഗതിയെക്കുറിച്ചും ലോകത്താണെങ്കിലും ശബരിമലയുടെ ചരിത്രത്തിൽ 18-ാം പടിയിൽ തിരിഞ്ഞു നിന്നിട്ടുണ്ടോ? അത്തരമൊരു വ്യക്തികളാണ് ശബരിമലയെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരവതാരങ്ങളും ഇനി ശബരിമലയിൽ വേണ്ട എന്നാണ് അയ്യപ്പ സംഗമത്തിന്റെ അർത്ഥം. അവിടെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പരസ്യപ്പെടുത്തും. ആളുകൾക്ക് ദേവസ്വം ബോർഡുമായി നേരിട്ട് ഇടപാടുകൾ നടത്താം. ആചാരങ്ങൾ പാലിച്ച് നിയമങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാം. ഒറ്റക്കൊറ്റക്ക് ഒരു പോറ്റിമാരും അങ്ങോട്ട് വരണ്ട. അതാണ് അയ്യപ്പ സംഗമം. അതിനെ എതിർത്ത ആളാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്, നിങ്ങളോട് പ്രതികരിച്ചത്. ശബരിമലയെ നന്നാക്കാൻ അനുവദിക്കില്ല, പിന്നെ ഞങ്ങൾക്ക് അവിടെ ഭക്തന്മാരുടെ തല തേങ്ങ എറിയണം. ഇവരൊക്കെ കൂടി ശബരിമല നന്നാക്കാൻ നടക്കുകയാണ്. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. ഒന്നാമത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ടാണ് ഈ ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഈ വ്യക്തിയെ ഒറ്റയ്ക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചതായ ഒരു ഉത്തരവ് കാണിക്കാം. ഞാൻ കണ്ട ഉത്തരവിൽ പറയുന്നത് തന്ത്രി, അതേപോലെ ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ, എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവർ ഒരു ഉദ്യോഗസ്ഥ സംഘം അനുഗമിച്ച് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ കണ്ടത്. അത് പാലിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ പാലിച്ചിട്ടില്ലെങ്കിൽ അവർ കുറ്റവാളികളാവില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കാണോ? നിങ്ങളൊരു ഗവൺമെന്റ്, ഒരു ദേവസ്വം ബോർഡ് ഒരു നയപരമായ തീരുമാനമെടുത്താൽ ആ അനുവാദപ്രകാരം പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥൻ കസ്റ്റോഡിയൻ ഉദ്യോഗസ്ഥനാണ്, പോറ്റിയല്ല. പോറ്റി ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ആത്മീയ കച്ചവടം നടത്താൻ അവസരം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഉത്തരം പറയേണ്ടി വരും. അല്ല, ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒഴിവാക്കിയിട്ട് ഇത് CPM-ന്റെ കുഴപ്പമാണ്, പാർട്ടി തീരുമാനിച്ചാണ് എന്നൊക്കെ RSSകാർ വന്ന് പറയുമ്പോഴത്തേക്കും അവരിതിനെ നന്നാക്കാനല്ല നടക്കുന്നതെന്ന് നാട്ടിലെ മുഴുവൻ പേർക്കും അറിയാം. അവിടെ കൃത്യമാണ്, വ്യക്തമാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഉദ്യോഗസ്ഥന്മാരെ വിട്ട് ഒറ്റയ്ക്ക് ഈ പോറ്റിക്ക് എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർ പോറ്റിയെ ഒറ്റയ്ക്ക് ഭാരം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകൃത്യമാണ്. ആ ഉദ്യോഗസ്ഥന്മാർ ആരാണെന്ന് വ്യക്തമാക്കപ്പെടും. അതിന്റെ ഭാഗമായ നടപടികൾ വരും. അതിലേക്ക് സർക്കാർ കിടക്കുന്നതിനെ തടയാൻ സർക്കാരാണ് കുറ്റക്കാർ, അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡാണ് കുറ്റക്കാർ എന്ന് മുൻവിധിയോടെ എടുത്തു ചാടുന്ന ആളുകള് യഥാർത്ഥത്തിൽ ശബരിമലയെ തകർക്കാൻ നടക്കുന്നവരാണ്. അവർക്ക് ശ്രീ അനിൽകുമാർ, നമുക്ക് ഉദ്യോഗസ്ഥരാണ് വീഴ്ച, നിങ്ങളുടെ ആ വാദം ഒരർത്ഥത്തിൽ ശരിവെക്കുന്നു. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഒരു നേതൃത്വത്തിൻ്റെ ഭാഗമല്ലേ? സ്വാഭാവികമായും അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം എത്തുക ആ ഭരണസമിതിയിലേക്കാണ്. പിന്നെ അന്വേഷണത്തിൽ വ്യക്തമാവേണ്ട കാര്യമാണ്. ഭരണസമിതിയിൽ ഉള്ളവർക്കും ഇതിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയാവേണ്ടതാണ്. ഞാനത് ആരോപണത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാകത്തില്ല. കേരളത്തിൽ കാലാകാലങ്ങളിൽ ഇടതുപക്ഷമടക്കം വിവാദ കാലഘട്ടങ്ങളിലൊക്കെ അത്തരം നിലപാടെടുത്തിട്ടുമുള്ളതാണ്. അതുകൊണ്ട് എല്ലാം ഉദ്യോഗസ്ഥരെ എന്ന വാദത്തിൽ എവിടെയാണ് കഴമ്പ്? ദേവസ്വം ബോർഡ് മാറി നിൽക്കണം എന്ന വാദത്തിന് അല്ലേ ഇപ്പോൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്? അല്ല, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന പാളിയില് ആവശ്യത്തിന് സ്വർണമില്ല, അത് ഏത് കുരിശിലാണെങ്കിൽ അത് മങ്ങലേറ്റു എന്ന് തന്ത്രിക്ക് ബോധ്യപ്പെട്ടു. തന്ത്രിയുടെ അനുവാദത്തോടെയാണ് ഇത് നന്നാക്കാൻ തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന്റെ ഭാഗമായി ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ ഇത് അഴിച്ചെടുക്കുമ്പോൾ എഞ്ചിനീയർമാർ മഹസ്വരത്തൊക്കെ തൂക്കണം, CCTV ഉണ്ടാവണം. ഇതടക്കം ഉറപ്പുവരുത്തിക്കൊണ്ടല്ലേ ദേവസ്വം അവിടെ ഇക്കാര്യം ചെയ്യാൻ ദേവസ്വം ബോർഡ് അനുവദിച്ചത്? അനുമതി നൽകിയ ദേവസ്വം ബോർഡുകാർ ശബരിമലയിലുണ്ടോ? ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല, പറയട്ടെ. അനുമതി നൽകിയത് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഓഫീസ് വെച്ചിട്ട് അവര് ശബരിമലയുണ്ട് അഴിക്കുമ്പോ. അഴിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാർ അഴിക്കുമ്പോൾ കൂടെ ഇല്ലേ? ഉണ്ട്, CCTV-യിലുണ്ടല്ലോ. അവരവിടുത്തെ വീഡിയോ എടുത്തപ്പോൾ അവരുടെ സാന്നിധ്യത്തിലാണല്ലോ. അത് കഴിഞ്ഞ് കൂടെ പോകേണ്ടവർ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇത്തവണ പോയി, ഇത്തവണ ഇവരെല്ലാം കൂടെ പോയി, അന്ന് കൂടെ പോയില്ല. അപ്പൊ ഇത്തവണ പോയത് എന്തുകൊണ്ട്, അന്ന് പോകാതിരുന്നത് എന്തുകൊണ്ട്? ഇതല്ലേ പരിശോധിക്കുന്നത്. അത് പരിശോധിക്കേണ്ടത് ആരാണ്? അത് പരിശോധിക്കേണ്ട ദേവസ്വം ബോർഡല്ലേ? അല്ലല്ല, പറയാ, ദയവായി കേൾക്കൂ. അന്നും ഇന്നും ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ഒരേ കാര്യം പറയുന്നുള്ളൂ. ഇത് ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ആരൊക്കെ വേണം? തിരുവാഭരണ കമ്മീഷണറാണ് ഇതിന്റെ കസ്റ്റോഡിയൻ. 2 എഞ്ചിനീയർമാർ വേണം അഴിക്കാൻ. 3 ദേവസ്വം കമ്മീഷണറുടെ പൊതു മേൽനോട്ടം. ഉദ്യോഗസ്ഥന്മാർ കൂടെ പോകണം.
ഇതൊക്കെ ഇന്നത്തെ ഉത്തരവിലുള്ളതാണ്. അത് പാലിക്കേണ്ട ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തി എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടത്തിൽ കണ്ടത്. ഇപ്പൊ ആ വീഴ്ച ഉണ്ടായിട്ടില്ല. അപ്പൊ 99 വീഴ്ച വരുത്തിയവരെ പിടിക്കണ്ടേ? അത് പിടിക്കാൻ സമ്മതിക്കത്തില്ല. സർക്കാരും ദേവസ്വം ബോർഡ് ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവര് ഈ കുറ്റവാളിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വാദിക്കുന്നത്. ഒന്നുമല്ല അങ്ങനെയല്ല വാദിക്കുന്നത്. അതായത് കുറ്റവാളിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് വാദിക്കുന്നത്. അവർക്കാർക്കും കുഴപ്പമില്ല കേട്ടോ, അവർക്കാർക്കും കുഴപ്പമില്ല. ഇത് നിയമപരമായി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന, നിയമപരമായി മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിനെ ക്രൂശിക്കാൻ അല്ല ഉദ്യോഗസ്ഥർ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അത് അന്വേഷണം നടക്കട്ടെ. അതിനൊപ്പം ഈ ദേവസ്വം ബോർഡിനെ കൈകെടുക്കാനുള്ള ശ്രമത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. 2019 ഭരണസമിതിക്ക് വീഴ്ച പറ്റിയാൽ അത് കണ്ടെത്തേണ്ടത് ഈ ഭരണ സംവിധാനമല്ലേ? അതിനാണല്ലോ ദേവസ്വം ബോർഡിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണ് നമ്മളും താങ്കളും അടക്കം ഈ വിഷയം ശ്രദ്ധയിലേക്ക് വരുന്നത് പോലും. അപ്പോൾ വീഴ്ച പറ്റിയത് എവിടെയാണ്? അതെ, ഒരു കാര്യം, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ ആ പോകുന്ന ഓരോ വഴിക്കും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റോ മെമ്പർമാരോ പോകാൻ പറ്റുമോ? ഈ വാദങ്ങളൊന്നും മുൻകാലത്ത് പല വിഷയങ്ങളിലും കണ്ടിട്ടില്ല കേട്ടോ. അല്ലല്ല, ആ വാദങ്ങളൊക്കെ കണ്ടിട്ടില്ല. ഉണ്ടായ കാര്യത്തെ കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത്. പിന്നെ മുൻകാലങ്ങളെ കാണാത്ത ഏത് കാര്യമാണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ താങ്കൾ സൂചിപ്പിച്ചു ദേവസ്വം തന്ത്രി പറഞ്ഞത് ഏത് കാര്യം അങ്ങ് ഉദ്ദേശിച്ചത് അവന്ന് പറഞ്ഞു. മുൻകാലങ്ങളിൽ കാണാത്ത ഏത് കാര്യം അങ്ങ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും മറ്റ് വിവാദ കാലഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് ആ രാഷ്ട്രീയ നേതൃത്വത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന നിലപാട് എത്രയോ ഉദാഹരണങ്ങളുണ്ട് ഇടതുപക്ഷം സ്വീകരിച്ചത്. അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറയാമോ? ഞങ്ങളങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇല്ലാത്തൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് ഒന്ന് പറഞ്ഞു. എത്രയോ ഉദാഹരണമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, കഴിഞ്ഞ കാല UDF സർക്കാരിന്റെ കാലത്ത് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. സോളാർ സമരകാലത്തടക്കം ഉദ്യോഗസ്ഥ വീഴ്ച, സോളാർ വിവാദ കാലഘട്ടത്തിലടക്കം ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്ന് ജോപ്പനെ അറസ്റ്റ് ചെയ്തിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ചോദിച്ചില്ലേ? ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്ന് ജോപ്പനെ അറസ്റ്റ് ചെയ്ത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ചോദിച്ചില്ലേ ആരുടെ ഉത്തരവാദിത്തം? ഞാൻ ഇടതുപക്ഷം കാലാകാലങ്ങളിലെടുത്ത നിലപാടാണ് ചോദിക്കുന്നത്. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞു, ഇതെല്ലാം ഇപ്പൊ നമ്മൾ കിട്ടിയതല്ലേ ഏറ്റവും സിമ്പിൾ. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറഞ്ഞു എന്തിനാണ് ജോബ് അറസ്റ്റ് ചെയ്തത്? ഉമ്മൻചാണ്ടി ഭാര്യ ചോദിച്ചു. അതല്ലേ ഏറ്റവും സിമ്പിള്. അതല്ലേ ഏറ്റവും സിമ്പിള്. അപ്പൊ ഇതുകൊണ്ട് തന്നെ അല്ല ശബരിമലയിൽ തന്നെ ഉദാഹരണമുണ്ട്. ശബരിമലയിലേക്ക് തന്നെ വരാം. താങ്കൾ തന്ത്രിയുടെ വാദം പറഞ്ഞു. ശബരിമല സമരകാലത്ത്, അതായത് സ്ത്രീ പ്രവേശന യുവതീ പ്രവേശന വിവാദ കാലത്ത് എന്താ അവിടെ തന്ത്രിക്കല്ല അധികാരം, കോന്തലയ്ക്കൽ തോക്കോലിട്ട് നടക്കാൻ അധികാരമില്ല, ഇവിടെ വേറൊരു സംവിധാനമുണ്ട് എന്ന് അന്ന് സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാട്, മുഖ്യമന്ത്രി തന്നെ ആ പ്രസ്താവനയിലേക്ക് വന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും സർക്കാരിൻ്റെ പൊതു രാഷ്ട്രീയ നിലപാട് അതായിരുന്നു. അതേ ആളുകൾ തന്നെ പറയുന്നു ഇത് തന്ത്രി പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുത്തു വിട്ടത് എന്ന് പറയുന്നു. അവിടെ ആ സാങ്കത്യമാണ് ചോദിച്ചപ്പെടുന്നത്. അതെ, അപ്പൊ ഒരു കാര്യം, തന്ത്രിക്ക് ശബരിമല കാര്യമില്ലെന്നാണ് നിങ്ങളുടെ വാദം. അന്ന് പറഞ്ഞത് അല്ല, ഞാൻ വ്യക്തിയല്ല, സർവാധികാരിയില്ല, അത്ര ഞങ്ങൾക്ക് നിലപാടുള്ളൂ. അത് ഇന്നും അന്നും ഒരേ നിലപാടാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ.